ഹലോ, വെൽക്കം ബാക്ക് ടു ഹംഗ്രി നൊമാഡ്. അപ്പം ഇന്നും ഒരു കിച്ചൺ വീഡിയോ. അപ്പൊ നമ്മളെ ഷെഫിന്റെ അടുത്തേക്ക് പോകാം. ഇന്ന് ഒരു മന്തിയാണ് ഷെഫ് മോനെ. ഇന്നെന്താണ് ആക്കുന്നത്? മന്തി. മന്തി? എന്ത് മന്തി? കോഴി മന്തി. കുഴി മന്തിയാ? കുഴി എന്തായിന് മന്തിയാക്കെ? കുഴി ഉണ്ട് സങ്കല്പിച്ച് നമുക്ക് കുഴി മന്തിയാക്കാം. സെറ്റ്. അപ്പൊ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ ഷെഫ് ഓൾറെഡി ഇവിടെ മറ്റേ സാധനങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ വാലോ കോപാലനെ എന്നെ തെപ്പിക്കും നിക്കട പോയി നിക്ക്, നമുക്ക് ഓവനിക്കാറുണ്ടല്ലേ, നിക്ക് മസാല പൊരിക്കാം, നമുക്ക് വറക്കാം, നമുക്ക് മസാല കുരുമുളക് സെറ്റ്. ഞാൻ പൊളിക്കും. ഗാർലിക് പേസ്റ്റ് ഒന്നുകൂടെ ഇടാം. ഓക്കെ, ഇനി വന്നാലും യോഗട്ട് തൈരും കൂടി ഇട്ട മസാലൊക്കെ സെറ്റാണ്. ഇത് ഇടാൻ മറന്നല്ല. ഓക്കെ, കിട്ടി. കാശ്മീരി കുറച്ച് കാശ്മീരി വറക്കാൻ മറന്നല്ല, കുഴപ്പമില്ല. മസാലയും കൂടി വറുത്ത മസാല ആണെങ്കിൽ സെറ്റാണ്. അടിക്കാം. സൗണ്ട് വരത്തെ കടക്കങ്ങട് അയ്യവാ. ഇങ്ങനെ കുളിപ്പിച്ച് ഇങ്ങനെ മസാല ഇങ്ങനെ ഇട്ട് ശരിക്കും മസാല പിടിക്കുക പോയി. നമുക്ക് ഓവനിക്കാറുണ്ടല്ലേ. ഞങ്ങൾ പോകുന്നു പോയി ഓവനിക്കാറാട്ടാ. അപ്പൊ നീ ഫ്രിഡ്ജിൽ കയറി തക്കാലോ. ബൈ. നമ്മുടെ ബസുമതി അരി സോക്ക് ചെയ്യാം. 1 മണിക്കൂർ സോക്ക്. എന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ജീവൻ കളയാൻ നിന്റെ ജീവിതം ഇനിയും ബാക്കി. ഞാനാണ് ഇവിടുത്തെ ടെസ്റ്റോ. ഉള്ളിക്കോ ഇത് ക്യാപ്സിക്കത്തിനും കണ്ടീന്നടാ. ക്യാപ്സിക്കൻ കണ്ണറിയുന്നുണ്ടോ? കുറച്ചോനെ മന്തിയാവണേ. നമ്മ പൊതുവെ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ മസ്റ്റ് ആയിട്ട് ആക്കലുണ്ട്. സാധാരണ വെള്ളിയാഴ്ച ബിരിയാണി ആക്കല്, പക്ഷെ നമുക്ക് രണ്ടാക്കും ലീവ് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച. അപ്പം ഈ ദിവസങ്ങളിലാണ് നമ്മൾ മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ആക്കുന്നത്. എന്നിട്ട് കഴിച്ചിട്ട് കടന്നുറങ്ങും. എന്നിട്ട് കഴിച്ചിട്ട് അടിച്ച് കടന്നുറങ്ങും. പിന്നെ എണീക്കാൻ മൈരവിനാ. നമുക്ക് ആശാനെ പിടിച്ചിട്ട് ആശാനെ കുസാൻ ഫില്ല് നോക്കാം. ചുക്കുള്ളിയോ എന്നാൽ ചെയ്യുന്നതിനെ കണ്ടിട്ടില്ല. എന്റെ സ്വന്തം തോന്നിയ കാര്യമാണ്. എന്ന് തോന്നി അറിയില്ലേ? ഇപ്പൊ എനിക്ക് തോന്നിയോ ഇങ്ങനെയാണോ കോഴിമന്തി ഉണ്ടാക്കാനോ? നമ്മൾ ഇന്നാക്കുന്നത് ഓവൻ മന്തിയാണ്. ഓവൻ മന്തി ഓവനിൽ നമ്മൾ മന്തിയാക്കുന്നു, പക്ഷെ പേര് കുഴിമന്തി. ഇഷ്ടമുള്ള പേരിട്ട് കഴിക്കാലോ. നമ്മള് എന്താ പറയാ, കിച്ചണൊന്നും നോക്കണ്ട കേട്ടോ. കിച്ചണൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ നമുക്ക് വൃത്തിയാക്കും. നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് തോന്നും വൃത്തിയല്ലാന്ന് തോന്നിയാൽ വൃത്തിയാക്കും. പുറത്തേക്ക് വരല്ലേ ആരും. അങ്ങോട്ട് ഓവനിലേക്ക് കയറാ. അത്യാവശ്യം എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റ് എന്താ കുക്ക് ചെയ്യേണ്ടി വരും? 35 മിനിറ്റ്. ആദ്യത്തെ 15 ചെയ്തിട്ട് പിന്നെ കുറച്ചോക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് ഇതിന്റെ വേറൊരു ഓവൻ തന്നെ വേറൊരു നമ്പർ ഉണ്ട്. അത് ചെയ്താൽ ആ ഓപ്ഷൻ ചെയ്താൽ പുറത്ത് നമ്മളെ റെഡ് കളർ കാണില്ലേ, അത് വരും. ഒരു ഗ്രീൻ ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. യോഗമായിട്ട് കുറെ നാളെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതാണ് അവസ്ഥ. അപ്പോൾ പൊരിക്കാൻ കയറ്റുന്നു. അതിന്റെ മുകളിൽ വെച്ചിട്ടാക്കാം. ഗ്രിൽ കോംബോ ഒരു ഓപ്ഷനില് C1 സൗണ്ട് അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് 15 0
15 മിനിറ്റ്. അങ്ങനെയാണല്ലേ നമ്പർ വെക്കേണ്ടത്. ഞാൻ സാധാരണ അല്ലേ എന്താക്കല അറിയോ, എന്താ പറയാ ആ സ്റ്റാർട്ട് ബട്ടല്ലേ നമ്പർ കൂടാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊടുക്കും. അല്ല അതൊക്കെ ഇങ്ങനെ ടൈം കൂടും. പക്ഷെ എന്താ പറയാ ഇങ്ങനെ നമ്പർ ആക്കിയിട്ടാണ് സ്റ്റാർട്ട് ആക്കട്ടെ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഓവൻ വാങ്ങിയിട്ട് ഇപ്പൊ 1.5 വർഷമാണ്, ഇന്നാണ് പഠിച്ചത് ഓവൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ അരിനെ സെറ്റാക്കാം. ഷെഫ് എത്ര വല്ല ഷെഫായാലും യൂട്യൂബിലെല്ലാം നോക്കിയിട്ടാണ് സാധനം ചെയ്യുന്നത്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ മൊട്ടച്ചേട്ടനോട് ചോദിക്കല്. ഏതുകൊണ്ടാ ഷാൻജിയോ ഷാൻജിയോ പണ്ടേ 30 ആണല്ലേ. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമസ്കാരം, വെൽക്കം ടു ഷാൻജിയോ. റൈസിന്റെ ഒരു ഇതുണ്ട്. ഇവനെ എനിക്ക് ഇവന്റെ മന്തിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് ഇവന്റെ റൈസ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, അതായത് സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ എന്താ പറയാ ബന്ധിട്ടും ഉണ്ടാവും, നല്ലോണം ഓവർ കുക്ക്ഡ് ആയിരിക്കില്ല. നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മന്തി എന്നാണ്. മുമ്പ് തന്നിട്ടുണ്ട് 2.5 കപ്പ് റൈസ്, അതായത് നമുക്ക് 2 ആൾക്ക് വേണ്ടിട്ട് വെച്ചത്. എത്ര കപ്പ് വെള്ളം വേണ്ടി വരും? അതായത് നമ്മളൊരു എന്താ പറയാ ഇതായിട്ട് എടുക്കുന്നതെന്ന് ഈ ഒരു ഇതില് 3/4 ഭാഗം വെള്ളമാക്കിയിട്ട് മാഗി ഇടുന്നു. മാഗി നമ്മളെപ്പോഴും മറക്കുന്ന സാധനം ഉപ്പ്. ഗരം മസാല കൂട്ട്. ഭാര്യ ചെറിയുന്നുണ്ടല്ലോ. ഏതൊക്കെയല്ലോ കുറവ് കാണിക്കുന്നുണ്ട്. നമുക്ക് ശരിയായി കൊടുക്കാം. നമുക്ക് മന്തിയിൽ ഒരു ചണ്ടിട്ടാലോ? അണ്ടിയോ? കാശിനിട്ട് പൈസ ആയിരിക്കൂലേ? മെയിൻ സാധനം ഇത് സാധാരണ അല്ലാതെ ഇടുന്ന ഞാൻ കാണുന്നുണ്ട്. ഡയറക്റ്റ് ഇടുന്ന കാണുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ഇട്ടല്ലേ പുറത്ത് സ്കിന്നിന്റെ ഫ്ലേവർ മാത്രം ഇട്ടു. നമുക്ക് ഉള്ളിന്റെ ഫ്ലേവർ ഇട്ടണമെങ്കിൽ ഇതിന് ചെറിയൊരു ഹോൾസ് ആക്കിയല്ലേ വെള്ളത്തിൽ ഇട്ടാലേ ആ വെള്ളം ഉള്ളിൽ കയറി പുറത്തോന്നുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ ഫ്ലേവറും കൂടി വരും. ഗുഡ് ഐഡിയ മാൻ. നമ്മുടെ സംരംഭിത കണ്ടിട്ടുണ്ടോ സക്കീർ ബൈ? പിന്നില്ലേ നിങ്ങള് കണ്ണൂരാരാന്നുണ്ടെങ്കിലല്ല ഈ അച്ചാർ ഇങ്ങനെ ട്രൈ ആക്കി നോക്കണം കേട്ടാ. മോനെ വേറെ ലെവൽ അച്ചാറാണ്. സിൽക്കോ മാട്ടൂൽക്കാർ വെക്കുന്ന സാധനമാണ്. അടിപൊളി അച്ചാറാ. സത്യം ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ടേ ബോട്ടിൽ തീർത്താ സിൽക്കോണ്ട് വെറും മിന്നാന്നുണ്ടെന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ ആയിരിക്കുന്നു ഗൈസ്. വെന്തു തുടിച്ചു. ഞാൻ അതിന്റെ നീര് ഇതാക്കിയ നീര് വേണം മെയിൻ. ചൂടുണ്ടാ? നമുക്ക് റൈസ് ഉള്ളത് മൂടി വെക്കാം. ദമ്മിടെ റൈസ് ഇട്ടിട്ട് ഇത് 75% കുക്ക് ആയിട്ടുള്ളൂ. നമുക്ക് ദമ്മിലൂടെ ഫുൾ കുക്ക് ആക്കാം. ഓക്കെ. ചിക്കനും അതെ ഫുൾ കുക്ക് ആക്കില്ല. ഒരു 15 മിനിറ്റ് കുക്കിന്റെ ബാക്കിയുണ്ട്. ഇപ്പൊ എത്ര മിനിറ്റ് ഇട്ടിട്ടില്ല? ചിക്കൻ ഇപ്പൊ 35 മിനിറ്റ് കുക്ക് ആക്കി. ഇനി ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. സെറ്റാ. ഓക്കെ. മുഴുവനായോണ്ടാണ് ഫുൾ കുക്ക് ചെയ്യാണ്ട്. പക്ഷെ റൈസ് കുറച്ചാണ് കിട്ടുന്നത്. ഫുള്ള് കയറൂല. കളയണ്ടല്ലോ. എനിക്ക് ഇതിന് മൂടി ഇല്ലാത്തൊന്നും സീനില്ലടാ. ഇതിന് മൂടി കാണില്ല. അപ്പൊ എങ്ങനെ തമ്മിടാ? അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഫുൾ ടെക്നിക്കാണ് ഗൈസ്. മൂടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി അലൂമിനിയം ഇട്ടിട്ട് നമ്മളെ ക്യാപ്സിക്കം ഉള്ളതുപോലെ ഓണം പോലെ ആക്കണമെന്ന് പറഞ്ഞു. പറയുന്ന ഓണായല്ല സദ്യക്കണ്ടേ? സദ്യ ഉണ്ടാക്കുന്നുണ്ട്. കഷ്ടപ്പാടും എന്തായാലും പറയില്ല. പുറത്തുനിന്ന് 2 ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരും. സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻ ഏറ്റവും റിസ്ക് പണി. ചാനലുണ്ട് മോനെ. എങ്ങനെ വിളിക്കാനാണ്? കുമ്പളങ്ങ ഒരു മത്തങ്ങളുണ്ട്. മോനെ 2 ദിവസം എടുക്കും നമ്മളെ പൊരിച്ചെടുക്കാൻ കഴിയും. ഇത് മന്തിയിൽ ഉൾപ്പെടാത്ത സാധനമാണ്. എനിക്ക് പാത്തെടുത്ത സാധനം കാശിലിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തതാ. ഞാൻ ആദ്യമായിട്ടാണ് അണ്ടി മുന്തിരിയെല്ലാം ഇടുന്നത്. ബിരിയാണി വേഴ്സസ് മന്തി ആക്കുന്നത്. മിക്സറോ മന്തിന്റെ മാവിയും ബിരിയാണിന്റെ ബീഫ് പൈസ ഒന്നും കൂടെ പാത്രം ഇല്ലാത്തതിന്റെ കഷ്ടപ്പാട്. അപ്പൊ ഇനി എത്ര മിനിറ്റ്? 15 മിനിറ്റ്. ഇനി 15 മിനിറ്റ്. മംഗലപ്പുറക്കലോ ഇതെന്തിന് വെള്ളം? മംഗലപ്പുറക്കലോ ബിരിയാണി ആക്കുമല്ലേ? അവർ ഈ സൈഡിൽ മാവ് കൊണ്ട് ക്ലോസ് ഉള്ളിൽ ഇതായിരുന്നു.
ഇത് എന്റെ അല്ല എല്ലാവരും നോർമൽ ആൾക്കാരും ചെയ്യുന്നുണ്ട്. വെള്ളം മുകളിലൊക്കെ വെള്ളം വെയിറ്റ് വെച്ചിട്ട് ഇത് ക്ലോസ് ആവും. കാരണം പോക വരുന്ന സമയത്ത് തുറക്കും. കറക്റ്റ് മൂടി അല്ല ഇതിന്റെ ഓക്കെ സംജാ. പോക ഉള്ളി പുറത്തേക്ക് കാണിക്കാം. അപ്പോൾ ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് മന്തി കഴിക്കാം. വിചാരിക്കും ഫ്ലോപ്പ് ആവോ? ഇല്ല ഇത് മന്തിഗിരി നമുക്ക് ഒരു ഇതിൽ ടെൻഷൻ ഉണ്ടാവില്ല. മന്തി ഞാൻ സെറ്റാണ്. മന്തിരി പണിയിട്ടോ ഇതിലുണ്ടും എനിക്ക് തന്നെ ആത്മവിശ്വാസം നല്ല കോൺഫിഡന്റ്. വേറെ എന്തെങ്കിലും ഒരു സ്വന്തം റെസിപ്പി ചെയ്യുമ്പോൾ കോൺഫിഡന്റ് ഉണ്ടാവും. പരീക്ഷണസ്ഥിതി ഉള്ളതുകൊണ്ടും. ഇത് പിന്നെ മന്തി ആയിക്കൊണ്ട് അധികം ടൈം എടുത്തിട്ടില്ല കേട്ടാ. ഞാൻ കണ്ടിടത്തോളം മറ്റേന് ഞാൻ ഏകദേശം 2 മണിക്കൂറായിട്ടും എന്താ വ്ളോഗ് ചെയ്യാൻ തന്നെ എടുത്തിട്ടുണ്ടാവും. ഇത് വെറും 1/2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് കഴിഞ്ഞ് അങ്ങനെ നമ്മളെ മന്തി റെഡി ആയിരിക്കുന്നു ഗൈസ്. സംഭവം നേരത്തെ എടുക്കിയതിന് ടൈമില്ല, കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. കൊണ്ട് പോലെ യെസ് ഇതാ ഇത് മുഴുവൻ കോഴിയല്ലോ അറിയുന്ന പോലെ. അതെ ഞാൻ മുറിച്ചിട്ടിടൂ. അത്തിണ്ട്. അപ്പോ ഈ വ്ളോഗ് ഞാൻ ഇട്ടിനെങ്കിൽ എനിക്കൊന്നും ആയിട്ടില്ല. വ്ളോഗ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും അറിയില്ലല്ലോ എന്താ അതിന്. കഴിച്ചു നോക്കട്ടെ. അല്ല എനിക്കോന വിശ്വാസമുണ്ട്. ടേസ്റ്റിലാക്കുന്നില്ല. മസാല അടിപൊളി. ചോറ് എന്തിനാ ടൈമിങ് തെറ്റിയ പോലെ ഡൗട്ട് ഉണ്ട്. ഇല്ല നല്ല വെറുതെ വായിച്ചോക്കെ. ചെറുങ്ങനെ എടുത്തു. കുഴപ്പമില്ല, നല്ലല്ലേ. പക്ഷെ അന്നത്തെ സോഫ്റ്റ്നെസ് മനസ്സിലല്ലേ ടൈമിങ് കിട്ടിയോണ്ടോ അതിന് നമ്മൾ വെച്ചില്ലല്ലോ. അപ്പം ഇത് തീർക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെറും ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ, ഇടക്കൊന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും. കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നല്ലേ. ഒന്ന് മാന്യതയോടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ പൊക്കിതാ. ഓക്കെ, ബൈ ബൈ.